തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിജയം എന്നതാണ് പ്രധാനപ്പെട്ടത് എന്ന് കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണ്. CPM അവരുടെ സ്ഥാനാർത്ഥികളുടെ ചുവരെഴുത്ത് പോലും ആരംഭിച്ചിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ മാറ്റുന്നു. അതായത് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പാർട്ടിയിലേക്ക് എത്തിയ സരിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഒരുപക്ഷെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ പോലും അത്തരം നാടകീയത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇവിടെ ഇതാ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനും മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുക എന്നത് തന്നെയാണ് പ്രധാനം. 100 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അതിൽ കൂടുതൽ ആളുകളെ വിജയിപ്പിച്ചെടുക്കണം എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MP-മാർ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നിലവിൽ 2-3 MP-മാർക്ക് അവസരം നൽകിയേക്കും എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ നിലപാടുകളിൽ ചില വിട്ടുവീഴ്ചകളിലേക്ക് പോകേണ്ടതായി വരുന്നത്. അതെന്തുകൊണ്ട് എന്നതാണ് ഇനി നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അതായത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് MP-മാരെ അടക്കം മത്സര രംഗത്തേക്ക് ഇറക്കുന്നത്, അങ്ങനെ ഒരു പശ്ചാത്തലം എന്ത് സാഹചര്യത്തിൽ ആണ് എന്നുള്ളതാണ്. നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, 100-ൽ അധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം എന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളിൽ എത്ര പേർക്ക് വിജയ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നിലവിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കായിരുന്നു KPCC നേതൃത്വം എത്തിയത് എങ്കിൽ പോലും ഇനി അങ്ങനെയൊരു കടുത്ത നിലപാടിലേക്ക് പോകേണ്ടതില്ല എന്ന് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ ഹൈക്കമാൻഡുമായി കൂടിയാലോചനകൾക്ക് ശേഷം ആയിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെയാണ് ചില പേരുകൾ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. ഏതൊക്കെ MP-മാർക്കാണ് ഈ ഇളവ് നൽകാനുള്ള സാധ്യത എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്ന് K. സുധാകരൻ്റേതാണ്. അദ്ദേഹം നിലവിൽ MP ആയി പ്രവർത്തിക്കുന്ന ആൾ ആണ് എന്നത് നമുക്കറിയാം. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന K. സുധാകരനെ പോലെയുള്ള ഒരാൾ അദ്ദേഹത്തിന് തന്നെ വ്യക്തിപരമായി കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം കണ്ണൂർ എന്നത് ഇടതുപക്ഷത്തെ പോലെ തന്നെ വലതുപക്ഷത്തിന് സ്വാധീനമുണ്ട്. എപ്പോഴും നമ്മൾ കണ്ണൂർ എന്ന പേര് ഇടതുപക്ഷത്തോടൊപ്പമാണ് ചേർത്ത് വെക്കുന്നതെങ്കിലും അവിടുത്തെ MP കോൺഗ്രസ്സുകാരനാണ് എന്നതിൽ നിന്ന് തന്നെ അങ്ങനെ എപ്പോഴും ഇടതുപക്ഷത്തെ മാത്രം പിന്തുണയ്ക്കുന്ന ഒരു ജില്ലയല്ല കണ്ണൂർ എന്നത്, അല്ലെങ്കിൽ ഭൂപ്രദേശമല്ല കണ്ണൂർ എന്നത് വ്യക്തമാവുകയാണ്. അവിടെയാണ് സുധാകരനെ പോലെ ഒരാളെ കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്ത് ഇറക്കേണ്ടതായി വരുമോ എന്നത് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പേരിലേക്ക് നമ്മൾ പോകുന്നത് അടൂർ പ്രകാശിൻ്റെതാണ്. അടൂർ പ്രകാശും ഇത്തരത്തിൽ തന്നെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ മന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് അടൂർ പ്രകാശ് എന്നതാണ്. മതസാമുദായിക സംഘടനകളുമായി മികച്ച സൗഹൃദം പുലർത്തുന്ന MP കൂടിയാണ് ഇപ്പോൾ അടൂർ പ്രകാശ്. അങ്ങനെ അടൂർ പ്രകാശിന്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്. അടുത്ത പേരും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ്. ഷാഫി പറമ്പിലിന്റെ പേരാണ്. അദ്ദേഹം നേരത്തെ MLA ആയിരുന്നു എന്ന് നമുക്കറിയാം. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വടകരയിലേക്ക് ഏറ്റവും കരുത്തുറ്റ പോരാട്ടം നടന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം സജീവമായി ചർച്ച ചെയ്ത മണ്ഡലമായിരുന്നു വടകര. അവിടെ വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ഷാഫി പറമ്പിൽ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് ഷാഫി പറമ്പിൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലേബലിലാണ് ഇവരൊക്കെ മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പാർട്ടി പറയുന്നത് ആത്യന്തികമായി അനുസരിക്കേണ്ടതായി വരുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട്, അതായത് MP-മാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടതായി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും പാർട്ടി എത്തിയിട്ടില്ല. നേരത്തെ നമുക്കറിയാം കേരള നേതാക്കൾ ഹൈക്കമാൻഡുമായി ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തുകയും ആ ചർച്ചയിൽ ഒട്ടേറെ വിഷയങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ലീഗുമായി വെച്ചുമാറേണ്ട സീറ്റുകളെ സംബന്ധിച്ചും ഒക്കെ ധാരണയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും MP-മാരുടെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനിലേക്ക് പോകുമ്പോൾ ഡാൻ, എന്തുകൊണ്ടാണ് ഈ MP-മാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്? അതിൽ 2 സാധ്യതകളുണ്ടല്ലോ. ഒന്ന്, പാർട്ടിക്ക് ജയം അനിവാര്യമാക്കുക. 2, ഈ നേതാക്കളുടെ താല്പര്യം. ഇതിനെ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്? സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗവും MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേസമയം 7-ലധികം MP-മാർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരികെ വരണമെന്നും
UDF അധികാരത്തിലേക്ക് എത്തിയാൽ അവിടെ മന്ത്രി പദവിയിലേക്ക് തന്നെ എത്തണമെന്ന താല്പര്യത്തിൽ 7-ലധികം MP-മാർ തിരികെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങൾ നടത്തിയതുമാണ്. പക്ഷേ ഹൈക്കമാൻഡ് അതിനുള്ളൊരു അനുകൂല സമീപനം സ്വീകരിച്ചേക്കില്ല എന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതേസമയം ചില സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ചില MP-മാർക്ക്, അതായത് 2-3 MP-മാർക്ക് ഇത്തരത്തിലൊരു ഇളവ് നൽകാനുള്ള ആലോചനകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. അതിൽ തന്നെ മുൻപന്തിയിലുള്ള 3 പേരുകളാണ് കെ സുധാകരൻ, അടൂർ പ്രകാശ്, അതോടൊപ്പം ഷാഫി പറമ്പിൽ. ഇതിൽ കെ സുധാകരനും അടൂർ പ്രകാശും ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ അടക്കം പരസ്യമായി കോൺഗ്രസിനെതിരെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യം. അവിടെ അനുനയ നീക്കത്തിൻ്റെ ഭാഗമായി ഈഴവ പ്രാതിനിധ്യം, അതായത് പ്രബലരായ 2 ഈഴവ നേതാക്കളെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അതേസമയം അടൂർ പ്രകാശിന് വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്ക് പിന്നിൽ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന് പങ്കുണ്ട് എന്ന ഒരു വിമർശനം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹവുമായി ആത്മബന്ധം പുലർത്തുന്നവരുമായി അദ്ദേഹം അത്തരത്തിലുള്ളൊരു അഭിപ്രായം പങ്കുവെച്ചതായുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായൊരു നീക്കം നടക്കുന്നു എന്നൊരു അമർഷത്തിലാണ് അടൂർ പ്രകാശ് ഉള്ളത്. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡായിരിക്കും ഈ വിഷയത്തിൽ സുപ്രധാനമായൊരു തീരുമാനമെടുക്കുക. അതോടൊപ്പമാണ് ഷാഫി പറമ്പിലിൻ്റെ പേരും പരിഗണനയിലുള്ളത്. പക്ഷേ ഷാഫി പറമ്പിൽ എവിടെ മത്സരിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമമായൊരു ചിത്രം തെളിഞ്ഞിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് വടക്കൻ കേരളത്തിലെ ഒരു കരുത്തുറ്റ മണ്ഡലത്തിൽ, അതായത് കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ നേർക്കുനേർ പോരാട്ടത്തിനായി ഷാഫിയെ കളത്തിറക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മുമ്പിലുണ്ട്. അവിടെ നേതൃത്വമെടുക്കുന്ന തീരുമാനമായിരിക്കും നിർണായകം. സ്ക്രീനിംഗ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും 2 അല്ലെങ്കിൽ 3 MP-മാർക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒരു ഇളവ് അനുവദിച്ചാൽ തന്നെ അനുവദിക്കുക എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. വലിയ തരത്തിലുള്ള അമർഷം കേരളത്തിലെ മുതിർന്ന നേതാക്കൾ നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. MP-മാർ മത്സരിക്കേണ്ടതില്ല, കാരണം ഇവിടെ നിന്ന് യുവ പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിലവിൽ MP-മാരായിരിക്കുന്നവർ തിരികെ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്ന ചോദ്യങ്ങളൊക്കെ മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. ഹൈക്കമാൻഡ് പ്രതിനിധികളെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയസാധ്യതയ്ക്ക് മാത്രമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടാൽ കോൺഗ്രസിന്റെ ഭാവി തന്നെ ചോദ്യമുനയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അവിടെ എല്ലാ തന്ത്രങ്ങളും പയറ്റുക എന്നത് സ്വാഭാവികമാണല്ലോ. ഇവിടെ ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന അടൂർ പ്രകാശിന്റെ പേരിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ അവിടെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.